കോഴിക്കോട്ടെ CPIM-ലെ PSC കോഡ് വിവാദത്തിൽ പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടുള്ളി പരാതിക്കാരനെന്ന് പറയുന്ന ശ്രീജിത്തിന്റെ ചേവായൂരിലെ വീടിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രമോദിനൊപ്പം അമ്മ, മകൻ, ഒപ്പം തന്നെ മറ്റൊരു സുഹൃത്ത് എന്നിവരാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെ, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ വാങ്ങി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ് പ്രമോദ് കോട്ടുള്ളി ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പ്രമോദിനെതിരായ നടപടിയുടെ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചതും റിപ്പോർട്ടർ തന്നെയാണ്. തത്സമയ വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് രഞ്ജിത്ത്, ഏരിയ കമ്മിറ്റി യോഗം പൂർത്തിയായിരിക്കുകയാണ്. ഔദ്യോഗികമായി പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് അല്പസമയത്തിനോടകം തന്നെ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ നോക്കൂ, നാടകീയമായ കാഴ്ചകളാണ് അവിടെ ചേവായൂരിൽ സാനിയോ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നത്. പരസ്യമായ വെല്ലുവിളി നടത്തിക്കൊണ്ട് പ്രമോദ് ഇതാ പരാതിക്കാരൻ്റെ വീടിന് മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. പാർട്ടി എങ്ങനെയാണ് കാണുന്നത് ഈ വിഷമഘട്ടത്തെ? പിന്നിൽ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായൊരു നീക്കമാണ് പ്രമോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം പ്രമോദ് ഇപ്പോൾ ഈ കോഴ ആരോപണത്തിൽ, തനിക്കെതിരെ വന്ന കോഴ ആരോപണത്തെ നേരെ പാർട്ടിക്കെതിരെ തിരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ വസ്തുത പുറത്തു വരണം എന്ന് മാത്രമാണ് പ്രമോദ് ഇപ്പോൾ പറയുന്നത്. ആരാണ് കോഴ കൊടുത്തത്, ആരാണ് കോഴ വാങ്ങിയത്, ഈ കോഴ വാങ്ങിയ വ്യക്തി ആരാണ് എന്ന് തനിക്കറിയണം എന്ന രീതിയിലാണ്. അതായത് പ്രമോദ് കോട്ടുള്ളി കോഴ വാങ്ങി എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ വന്നിട്ടുള്ള ആരോപണം. ആ ആരോപണത്തിൻ്റെ കുന്തമന മറ്റാർക്കോ നേരെ തിരിച്ചു വെക്കുകയാണ് പ്രമോദ് ഇപ്പോൾ. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ പ്രമോദ് മറ്റ് ചിലരെ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ടായിരിക്കാം. അതെന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ പ്രമോദിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പാർട്ടി നടപടിയെടുക്കാൻ തീരുമാനിച്ചു തന്നെയാണ്. ജില്ലാ കമ്മിറ്റി പ്രമോദിനെ പുറത്താക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക്, വളരെ അപ്രതീക്ഷിതമായൊരു നീക്കത്തിലേക്ക് പ്രമോദ് പോയിട്ടുള്ളത്. പ്രമോദിനെ പുറത്താക്കാനുള്ള തീരുമാനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പ്രമോദിനെ സംബന്ധിച്ച്. കാരണം പ്രമോദ് സംരക്ഷിക്കപ്പെടും എന്നായിരുന്നു നേരത്തെ പ്രമോദ് തന്നെ കരുതിയിരുന്നത്. കാരണം നേരത്തെ ഈ വിശദീകരണം നൽകാൻ വേണ്ടി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്ന് തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രമോദ് പറഞ്ഞിട്ടുള്ളത് നടപടിയെടുക്കാനും ശിക്ഷ ലഭിക്കാനും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരമൊരു നിലപാടിൽ നിൽക്കുന്ന പ്രമോദിനെ പുറത്താക്കാനുള്ള തീരുമാനം ഇന്ന് വൈകിട്ടോടു കൂടിയാണ് വരുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ അറിയിച്ചു. ഏരിയ കമ്മിറ്റി യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഏരിയ കമ്മിറ്റിയാണ് ഈ നടപടി സ്വീകരിക്കേണ്ട പാർട്ടി തലമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഏരിയ കമ്മിറ്റിയിലെ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പായി വരും. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രമോദിനെ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിവരം പ്രമോദ് അറിഞ്ഞതിനെ തുടർന്നോ അല്ലെങ്കിൽ പ്രമോദിനും അത്തരത്തിലുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രമോദ് ഈ പരാതിക്കാരനായ ശ്രീജിത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും പ്രമോദിനെ പുറത്താക്കുമ്പോൾ ഈ വിവരങ്ങൾ കൂടി പാർട്ടിക്ക് പുറത്തു പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഒരുപക്ഷെ ഈ കോഴ ആരോപണത്തിൻ്റെ പേരിലായിരിക്കില്ല പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ടായിരിക്കുക. സംഘടനാവേദ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും പ്രമോദിനെ പുറത്താക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോഴ ആരോപണത്തിന് പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരില്ല. ഏതായാലും ഇപ്പോൾ പ്രമോദ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം അതാർക്കാണ് എന്നുള്ളതാണ്. കാരണം കോഴ ആരോപണം ഇപ്പോൾ അന്തരീക്ഷത്തിൽ മാത്രമാണ് ഉള്ളത്. കാരണം കോഴ ആരോപണത്തെ സംബന്ധിച്ച് ഔദ്യോഗികമായ പാർട്ടി ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വരികയും അന്തരീക്ഷത്തിൽ ഉയർന്നു കാണുകയും ചെയ്യുന്ന ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി മോഹൻ ചേരുന്നുണ്ട്. നിങ്ങളെന്തെന്നായത്? നിങ്ങളൊന്ന് നമ്മളെ സഹായിക്കണ്ടേ? അല്ല, ഞാൻ നിങ്ങളോട് ആദ്യം അത് പറയാം. അത് പറയുന്നതിന് മുമ്പേ ഞങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഇത് ഞങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസല്ലേ. ഇവിടെ ഒരാൾക്ക് വരാനും പോലും പറ്റാത്ത വിധത്തിൽ നിങ്ങളിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടാലോ? ഒരു സഹകരിക്കണം. ഇനി ഇന്നത്തെ പോട്ടെ ഞങ്ങളൊന്ന് പാർട്ടി ഓഫീസ് നടത്താനൊന്ന് സഹകരിക്കണം. നിങ്ങളോട് വേറൊന്ന് പറഞ്ഞുകൂടാലോ. ചിരിച്ചുകൊണ്ടാ പറയുന്നത്. അതെ, നിങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് വന്ന വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമാണ്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KV പ്രമോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച്, ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു. അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിൻ്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾക്ക് പോലെയൊന്നല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പ്രമോദിനെ പുറത്താക്കിയതായി പാർട്ടി ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ വിശദീകരിച്ചിരിക്കുകയാണ്. ഒടുവിൽ രഞ്ജിത്ത്, നമ്മൾ ആദ്യം പുറത്തുവിട്ട വാർത്ത പാർട്ടി നേതൃത്വം തന്നെ സ്ഥിരീകരിക്കുകയാണ്. രഞ്ജിത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് PSC കോഡ് ആരോപണവുമായി ബന്ധപ്പെട്ടല്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിയുടെ അച്ചടക്കത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കുറ്റം ആരോപിച്ചാണ് പുറത്താക്കിയതായി പരസ്യ പ്രതികരണത്തിന് പാർട്ടി നേതൃത്വം തയ്യാറായിരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഇപ്പോൾ പ്രമോദിനെ പുറത്താക്കി എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി P. മോഹനൻ നൽകിയിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രമോദ് പ്രവർത്തിച്ചു. പാർട്ടി ഭരണഘടനാ പ്രകാരം അത് പരിശോധിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ആ തീരുമാനമെടുത്തു. ടൗൺ ഏരിയ കമ്മിറ്റിയെ അക്കാര്യം അറിയിച്ചു. ടൗൺ ഏരിയ കമ്മിറ്റി യോഗം അല്പസമയം മുമ്പാണ് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്നല്ലാതെ എന്താണ് പാർട്ടി അച്ചടക്ക വിരുദ്ധമായി പ്രമോദ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ P. മോഹനൻ വ്യക്തമാക്കിയിട്ടില്ല. അതുമാത്രവുമല്ല, PSC കോഴ എന്ന് പറയുന്നത് മാധ്യമങ്ങളും ഇടതുവിരുദ്ധ രാഷ്ട്രീയക്കാരും പ്രതിപക്ഷവും മെനഞ്ഞുണ്ടാക്കിയ കഥയാണ്. അത്തരത്തിൽ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണവും വന്നിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ 4 വരി മാത്രമാണുള്ളത്. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു എന്നുള്ള വെറും കുറിപ്പ് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ഇറക്കിയിട്ടുള്ളതും. അതിൻ്റെ കാരണങ്ങൾ, ഏത് തരത്തിലുള്ള അച്ചടക്ക ലംഘനം എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മൾ